ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് രാജുവിൻ്റെ വീടാണ്. രാത്രി തന്നെ രുക്മിണി വീട്ടിൽ വന്ന് ബഹളമുണ്ടാക്കുകയും രാത്രി തന്നെ വീടൊഴിഞ്ഞു പോകാനും ബഹളമുണ്ടാക്കുന്നതാണ് കാണിക്കുന്നത്. തുടർന്ന് എല്ലാവരും ചേർന്ന് നാളെ രാവിലെ വരെ സാവകാശം ചോദിക്കുമ്പോൾ രുക്മിണി അതിനെ സമ്മതിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. ഇനിയിപ്പോൾ എന്ത് ചെയ്യും ദൈവമേ എന്ന് രാധമ്മ പറയുമ്പോൾ എൻ്റെ പേരിൽ കുറേ വീടുകളുണ്ടെന്നും അതിലേതെങ്കിലും ഒന്നിലേക്ക് നമുക്ക് താമസം മാറാമെന്നും ഋതിക പറയുന്നു. ഇത് കേൾക്കുന്ന എല്ലാവർക്കും സന്തോഷമാകുന്നുണ്ടെങ്കിലും രാധമ്മ ദേഷ്യത്തോട് പറയുകയാണ്, അയ്യോ ഞങ്ങൾക്കാരുടെയും വീടും വേണ്ട ഔദാര്യവും വേണ്ട, ഇത്രയും സഹായിച്ചതിന് വളരെയധികം നന്ദിയുണ്ട്, നാശം. ഇത് കേൾക്കുന്ന ഋതിക വിഷമത്തോടെ നിൽക്കുന്നത് കാണുമ്പോൾ വേണു പറയുകയാണ്, നിർത്തടി, കുറെ നാളായി നിന്റെ അമ്മായിമ്മ പോര് തുടങ്ങിയിട്ട്, ഇതിനൊക്കെ നീ അനുഭവിക്കുമ്പടി എന്ന് ദേഷ്യത്തോട് പറയുകയാണ് വേണു. തുടർന്ന് കരഞ്ഞുകൊണ്ട് അകത്തേക്ക് പോകുന്ന ഋതികയുടെ അടുത്തേക്ക് ചെന്ന് സമാധാനിപ്പിക്കുന്ന രാജുവിനെയാണ് കാണിക്കുന്നത്. മേഡത്തിനറിയാലോ അമ്മയുടെ സ്വഭാവം, അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. രാജു, ഞാൻ പറഞ്ഞത് വളരെ സിൻസിയറായിട്ട് തന്നെയാ. അച്ഛനോടോ അമ്മാമ്മയോടോ പറഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു വീട് അവർ തന്നെ ശരിയാക്കി തരും. അതൊന്നും വേണ്ടെന്ന് രാജു പറയുമ്പോൾ ഋതിക പറയുകയാണ്, അമ്മാമ്മ പറഞ്ഞിട്ടുണ്ട് വേണുവങ്കളുടെ അതേ സ്വഭാവമാണ് രാജുവിനെന്ന്. രാധമ്മ ഇപ്പോൾ നോക്കാൻ തന്നെ എനിക്ക് പേടിയാണ്. ഇത്രയും വലിയ തെറ്റാണ് ഞാൻ ചെയ്തതെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. തുടർന്ന് തൻ്റെ മനസ്സിലെ വിഷമങ്ങളെല്ലാം രാജുവിനോട് പറയുകയാണ് ഋതിക. തുടർന്ന് വിഷമത്തോടെ രാജു തിണ്ണയിലേക്ക് ചെല്ലുന്നു. തുടർന്ന് വേണു രാധമ്മയോട് പറയുകയാണ്, എൻ്റെ രാധമ്മേ, നീ ഇത്ര മോശക്കാരിയാകുമെന്ന് ഞാൻ കരുതിയില്ല. ഇന്ന് ആ കുട്ടി നിന്നോട് ചോദിച്ച ചോദ്യം ഋതികയുടെ മുത്തശ്ശൻ എന്നോട് പണ്ടേ ചോദിച്ചിട്ടുള്ളതാണ്. പിന്നീട് സരസ്വതി മേഡവും പ്രതാപൻ സാറും എന്നോട് ഇതേ ചോദ്യം തന്നെ എന്നോട് മാത്രമല്ല ഇവനോടും ചോദിച്ചിട്ടുണ്ട്. ഇത് കേൾക്കുന്ന പ്രിയ പറയുകയാണ്, ഇതൊന്നും വേണ്ടായിരുന്നല്ലോ. ആ രമ്യയുടെ കഴുത്തിൽ ഒരു താലി കിട്ടിയിരുന്നെങ്കിൽ ഇപ്പോൾ ഈ വീട് തന്നെ നമുക്ക് സ്വന്തമായേനല്ലോ. തുടർന്ന് രാജു പറയുകയാണ്, എന്താണെങ്കിലും അമ്മ കാണിച്ചത് വളരെ മോശമായി പോയി. ഭാര്യ പറഞ്ഞപ്പോൾ അവന് നൊന്തു. നിനക്ക് അത്രയ്ക്ക് ഇതാണെങ്കിൽ നിന്റെ രാജകുമാരിയെ വിളിച്ചുകൊണ്ട് നീ ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോടാ. ഇവിടെ ഞാനും മറ്റുള്ളവരും ഏതെങ്കിലും കടത്തിണ്ണയിലാണെങ്കിലും പോയി കഴിഞ്ഞോളാം. ആർക്കും കടത്തിണ്ണയിലേക്ക് പോകേണ്ട അവസരമൊന്നും ദൈവം ഒരുക്കില്ല. തുടർന്ന് രാധമ്മയും വേണുവും തമ്മിൽ സ്വന്തമായ ഒരു വീടില്ലാത്തതിന്റെ പേരിൽ വാക്തർക്കമുണ്ടാക്കുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് ഋതികയാണ്. ഞാൻ കാരണം പാവൻ രാജുവിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാൻ പാടില്ല. ഭഗവാനെ, ഞാനിപ്പോൾ എന്താ ചെയ്യുക? എനിക്കൊരു വഴി പറഞ്ഞതാ ഈശ്വര എന്ന് കരഞ്ഞുകൊണ്ട് മനസ്സിൽ പറയുകയാണ് ഋതിക. പിന്നീട് കാണിക്കുന്നത് ജയനെയാണ്. ജയൻ തൻ്റെ കൂട്ടുകാരനെ വിളിച്ച് പറയുകയാണ്, എടാ സംഗതി സക്സസ് ആയിട്ടുണ്ട്, ഞാനതങ്ങ് അടിച്ചു മാറ്റി. അങ്ങനെ ജയൻ്റെ കൂട്ടുകാരനും സന്തോഷമാവുകയാണ്. തുടർന്ന് ജയൻ കോള് കട്ട് ചെയ്തിട്ട് മനസ്സിൽ പറയുകയാണ്, ഇവിടുത്തെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കണമെങ്കിൽ ഒരാൾ മാത്രമേ ഉള്ളൂ, അംബിക വർമ്മ. അത്രയും പറഞ്ഞുകൊണ്ട് അംബികയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് ജയൻ. തുടർന്ന് ജയൻ അംബികയെ വിളിച്ച് രുക്മിണി വന്നതും വീടൊഴിയാൻ പറഞ്ഞതുമായ കാര്യങ്ങളെല്ലാം പറയുകയാണ്. മേഡത്തിന്റെ ഫ്രണ്ടല്ലേ ഈ രുക്മിണി ചേച്ചി, മേഡം പറഞ്ഞാൽ അവരെന്താണെങ്കിലും കേൾക്കും. അവരോട് പറഞ്ഞ് എങ്ങനെയെങ്കിലും ഈ പ്രോബ്ലം ഒന്ന് സോൾവ് ആക്കാൻ ജയൻ പറയുമ്പോൾ ഞാനിപ്പോൾ തന്നെ അവരെ വിളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അംബിക കോള് കട്ട് ചെയ്യുന്നു. തുടർന്ന് ഈ സന്തോഷ വാർത്ത ദീപകിനോട് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന അംബികയാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് അംബിക രുക്മിണിയെ വിളിക്കുന്നതാണ്. നാളെ രാവിലെ തന്നെ അങ്ങോട്ടേക്ക് ചെല്ലണമെന്നും എല്ലാത്തിനെയും കഴുത്തിന് പിടിച്ച് പുറത്താക്കണമെന്നും സഹായത്തിന് ആളെ വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ദീപകിനോട് പറഞ്ഞ് കുറച്ച് ഗുണ്ടകളെ അങ്ങോട്ടേക്ക് അയക്കാം എന്നൊക്കെ അംബിക പറയുമ്പോൾ സഹായത്തിന് ആരും വേണ്ടെന്നും അവരെയൊക്കെ അടിച്ച് പുറത്താക്കാൻ ഈ രുക്മിണി തന്നെ ധാരാളമാണെന്നും രുക്മിണി പറയുന്നു. തുടർന്ന് നാളെ അവരെല്ലാവരും തെരുവിലാണെന്ന് പറഞ്ഞ് പൊട്ടിച്ചിരിക്കുകയാണ് അംബികയും ദീപക്കും. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് രാജുവിന്റെ വീടാണ്. സാധനങ്ങളെല്ലാം പെറുക്കി ചാക്കിലാക്കുകയാണ് പ്രിയയും ജയനും ചേർന്ന്. എങ്ങോട്ടേക്ക് അമ്മേ നമ്മൾ പോകുന്നതെന്ന് പ്രിയ ചോദിക്കുമ്പോൾ എനിക്കറിയില്ലെന്നും നിന്റെ അച്ഛനോട് ചോദിക്കാനും രാധമ്മ ദേഷ്യത്തോടെ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ഋതിക വന്ന് രാജുവിനോട് എന്തൊക്കെയോ പറഞ്ഞതിന് ശേഷം പുറത്തേക്ക് പോകുന്നതാണ്. അതേസമയം രുക്മിണിയുടെ വീട്ടിൽ രമ്യയോട് തൻ്റെ ഒപ്പം വരുന്നോ എന്ന് ചോദിക്കുകയാണ് രുക്മിണി. എന്റെ പ്രതികാരം ഞാനത് തന്നെ വീട്ടിക്കൊള്ളാമെന്നും അതിനെനിക്ക് ആരുടെയും സഹായം വേണ്ടെന്നും രമ്യ തീർത്ത് പറയുന്നു. ആ രാധമ്മ എന്നോട് ഒരു ദിവസത്തെ അവധിയാ ചോദിച്ചത്, എങ്കിൽ ഞാൻ പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് രുക്മിണി അവിടെ നിന്ന് ഇറങ്ങുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് അംബികയാണ്. എടാ, അവരങ്ങനെ വെറുങ്കയോടെ വിടുന്നത് ശരിയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഗുണ്ടകളെ വിളിച്ച് രാജുവിനും കുടുംബത്തിനുമെതിരെ കൊട്ടേഷൻ കൊടുക്കുന്ന അംബികയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.